ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ സേക്രഡ് ടീച്ചിങ്സ്, നമ്മുടെ ഡീപ്പറായിട്ടുള്ള സ്പിരിച്വൽ നോളജിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വൽ ഹയറാർക്കി. ഒരു ഹയറാർക്കി ഉണ്ട്. അപ്പം അതൊരു പ്രോപ്പർ ഗവൺമെൻറ് പോലൊരു സിസ്റ്റം ഉണ്ട് സ്പിരിച്വാലിറ്റിയിലും. അങ്ങനെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സ്പിരിച്വൽ ഹയറാർക്കിനെ പറയുന്നത് അത് ഒരു വലിയൊരു കടൽ തന്നെയാണ്. അപ്പോൾ ആ കടലിൽ എല്ലാം കൂടി ഇപ്പോൾ നമുക്ക് ഒന്ന് കംപ്രസ് ചെയ്ത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പാടന്നെയാണ്. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന വിധം കുറച്ച് സിമ്പിളായി തന്നെ പറയാം. ഈ വീഡിയോ തുടക്കത്തിൽ കുറച്ച് പാടാണ്, പിന്നെ അങ്ങോട്ട് വളരെ ഒരു തെലുങ്ക് പടം കാണുന്ന ഒരു എഫക്റ്റിലേക്ക് പടം മാറുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം സ്പിരിച്വൽ ഹയറാർക്കി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഹയറാർക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലുണ്ട്. കാരണം അതിൽ പറയുന്നുണ്ടെങ്കിൽ ഓരോ സിസ്റ്റംസ് ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ലെവൽ ഒരു സംഭവം. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ സംഭവങ്ങളും അതൊരു സോളാർ സിസ്റ്റം, ആ ലെവലിൽ. അപ്പം നമ്മൾ യൂണിവേഴ്സിന് വേണ്ടി യൂണിവേഴ്സിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ ഓരോ സംഭവങ്ങൾ വിടുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവിടേക്ക് എത്തൂല. കാരണം നമുക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ അതീതമായിട്ട് നമ്മളുടെ ഒരു പ്രയറും പോകില്ല എന്നാണ്. അപ്പം അതിന് റിംഗ് പാസ് നോട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ്, അങ്ങോട്ട് പോകേണ്ട ആൾക്കാരും. അപ്പോൾ നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ബേസിലാണ്. അതിൽ നമ്മൾ ഈ സോളാർ പരബ്രഹ്മൻ, സോളാർ ഗോഡ്, ഇതാണ് നമ്മുടെ മെയിൻ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രെയർ മാക്സിമം അവിടെ എത്തുന്നുള്ളൂ. അപ്പോൾ ആ സോളാർ ഗോഡിൻ്റെ ഒരു 3 ആസ്പെക്ട്സ്, ലവ്, ലൈറ്റ്, പവർ, അതെല്ലാ റിലീജിയൻസിലും ഉണ്ട്. അൽ മുക്താദിർ, അൽ വദൂദ്, അൽ കാലിക് എന്ന് പറഞ്ഞ 99 നെയിംസ് ഓഫ് അള്ളാഹ് പറയുന്ന 3 ക്വാളിറ്റീസ് അവിടെ ഉണ്ട്. വിഷ്ണു, സോളാർ ശിവ, സോളാർ ബ്രഹ്മ, ആ ലെവലിലുണ്ട്. പിന്നെ ഗോഡ് ഫാദർസ്, അതൊക്കെ അത് സോളാർ ലെവലിലുണ്ട്. അതേപോലെ തന്നെ അത് പ്ലാനറ്ററി ലെവലിലും ഉണ്ട്. നമ്മുടെ ഒരു എർത്ത് എന്ന പ്ലാനറ്റിനെ ബേസ് ചെയ്തിട്ടും അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറയുക വെച്ചാൽ യൂണിവേഴ്സ് ലെവലിലൊരു ഹയറാർക്കി ഉണ്ട്, സോളാർ ലെവലിലൊരു ഹയറാർക്കി ഉണ്ട്, പ്ലാനറ്ററി ലെവലിലൊരു ഹയറാർക്കി ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പ്ലാനറ്ററി ലെവൽ നമുക്ക് നോക്കാം. അപ്പം സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, സോളാർ സിസ്റ്റത്തിൻ്റെ ഹയറാർക്കി നടപ്പാക്കുന്ന ഒരു ഡിവൈൻ വില്ലുണ്ട്. കാരണം ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിപ്പോൾ സാധാരണക്കാർ ഇപ്പം നമുക്കൊന്നും അറിയാത്തൊരവസ്ഥയാണ്. നമ്മൾ വിചാരിക്കും എന്താണ് ഇതിൻ്റെ പർപ്പസ്, ഇത് എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തത്, എന്തിനായിരുന്നു ഈ സംഭവങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു ഡിവൈൻ വിൽ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ ഹയറാർക്കി. അപ്പോൾ അത് നമ്മൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫിഫ്ത്ത് ഇനീഷ്യേഷനായി നമ്മളൊരു ഹോളി മാസ്റ്റർ ആവുന്ന ലെവലിൽ എത്തുന്ന സമയത്താണ് നമുക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഡിവൈൻ വിൽ എന്ന് മനസ്സിലാക്കുന്നത്. ഹയറാർക്കിൻ്റെ ഒരു പ്രയർ തന്നെ ഉണ്ട്, ഗ്രേറ്റ് ഇൻവോക്കേഷൻ എന്നാ പറയുക. അപ്പോൾ അതിലവർ പ്രത്യേകം മെൻഷൻ തന്നെ ചെയ്യുന്നുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. ദ പർപ്പസ് വിത്ത് ദ ഹോളി മാസ്റ്റേഴ്സ് നോ ആൻസർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ പർപ്പസ് എന്താണെന്ന് അത് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് എത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ എർത്ത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ മൂൺ ബേസ് ചെയ്തിട്ടൊരു സംഭവം, അതിനെക്കുറിച്ചൊരു ചെറിയൊരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ മൂൺ ചെയിനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിരുന്നത് എല്ലാവർക്കും എൻലൈറ്റ്മെൻറ്റ് ആവുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് 4th ഇനീഷ്യേഷൻ എന്ന് പറയുന്ന സംഭവമാണ് ഒരാൾക്ക് എൻലൈറ്റ്മെൻറ്റ് ആവുക എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ 5th ഇനീഷ്യേഷൻ എന്നുവെച്ചാൽ എൻലൈറ്റ്മെൻറ്റിൻ്റെ മുകളിൽ ഹോളി മാസ്റ്റർ എന്ന ലെവലിലേക്ക് ആയാൽ മാത്രമാണ് നമ്മുടെ ഒരു പർപ്പസ്, ഒരു സോൾ പർപ്പസ് അവിടെ കഴിയുക വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതല്ല. നമ്മളിപ്പം ഭൂമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഇപ്പം എത്രയും മാക്സിമം പോകേണ്ടത് ആ ലെവൽ എത്തുന്നത് ഏകദേശം ഹോളി മാസ്റ്റർ ആവുന്ന സമയത്താണ്. അപ്പോൾ ഹോളി മാസ്റ്റർ എത്തുന്ന സമയത്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഇച്ഛ എന്താണെന്ന്, ദൈവത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ സ്പിരിച്വൽ ഹയറാർക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ ഭൂമിയിൽ ഒരു സിസ്റ്റം, ഇപ്പം പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാം പോകുന്നത് റൈറ്റ് ഡയറക്ഷനിലാണ് എന്നാണ് പറയുന്നത്. കാരണം എല്ലാത്തിൻ്റെയും അങ്ങനെ സംഭവിക്കേണ്ട കാര്യം തന്നെയാണ്. അതിൽ ഒരുപാട് കർമാൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് നോളേജ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് സ്പിരിച്വൽ ലെവലിൽ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ബീയിങ്സ് ഉണ്ട്. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്ലാനറ്ററി ഹയറാർക്കിയിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ മനുഷ്യനായി ജനിച്ച് അത്രയും ലെവലിലേക്ക് ഉയരുന്ന ഒരു ആൾക്കാർ, ഒന്നും തന്നെ 5th ഇനീഷ്യേഷൻ കഴിഞ്ഞ് ആ ലെവലിലേക്ക് ഉയരുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഹയറാർക്കിൻ്റെ ഭാഗമാവുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് സനത് കുമാര എന്ന് പറഞ്ഞൊരാളാണ്. അത് പുറത്തുനിന്നുള്ളൊരു അതിൽ ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ ഹയറാർക്കിൻ്റെ പർപ്പസ് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു കുറച്ച് പർപ്പസുകളുണ്ട്. അതിലത്തെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ് വളരെ അധികം വികസിക്കുക എന്നാണ് ഫസ്റ്റ് സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂണിൻ്റെ കേസിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആയപ്പോൾ ഒരു സംഭവമാണ്. കാരണം ആ സമയത്ത് പ്രോപ്പറായിട്ട് മനുഷ്യന്മാർ ഒരു ടൈം ലിമിറ്റിൽ ഡെവലപ്പായില്ല. അങ്ങനെ ലിമിറ്റിൽ ഡെവലപ്പ് ആവാത്തോട് അത് ആ പ്ലാനറ്റ് അവിടെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. മൂൺ സത്യം പറഞ്ഞാൽ ഒരു ഡെഡ് പ്ലാനറ്റ് ആണ് എന്നാണ് സ്പിരിച്വൽ ബേസിൽ പറയുക. അപ്പം എർത്തിനും അതേ ഒരു സിനാരിയോ വന്നിരുന്നു. എർത്തിലിപ്പം ഇപ്പോൾ റൂട്ട് റേസ് എന്നൊക്കെ പറയും, അതിലിങ്ങനെ ഡീറ്റെയിൽ പോകുന്നില്ല. അതിൻ്റെ ഒരു 3rd റൂട്ട് റേസ് ഒക്കെ എത്തുന്ന സമയത്ത് എർത്തിൽ കാര്യമായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധി വികസനം ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പം എർത്തും ഇതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സായിരുന്നു. ആ സമയത്ത് നമ്മുടെ പ്ലാനറ്ററി ലോഗോസ് അല്ല പ്ലാനറ്ററി ദൈവം അവരുടെ ഇതെല്ലാം പറയാം. അപ്പം അവരുടെ ഒരു ഇൻസ്ട്രക്ഷൻ ആർക്കെങ്കിലും എർത്തിനെ സഹായിക്കണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി വീനസ് എന്ന പ്ലാനറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് കുമാരാസ്. അതിലെ മെയിൻ ആളാണ് സനത്കുമാർ. സാധാരണത്തിന് സനത്കുമാർ ഇവിടെ എത്തി ബാഹി കുമാരാസിൻ്റെ എല്ലാവരെയും ഇൻട്രാക്ഷൻ കാരണം നമ്മളുടെ ബുദ്ധി വികാസനം, നമ്മുടെ മെൻ്റൽ ബോഡി ഒരുപാട് വികസിക്കുകയും നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജിൽ എവിടെയാണോ മനുഷ്യൻ നിൽക്കേണ്ടത് അതിനേക്കാൾ ഒരുപാട് മുന്നിട്ടാണ് സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. നമ്മൾ എവല്യൂഷൻ, ഒരു ഹ്യൂമൻ എവല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അത് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഒരു സംഭവമാണ്. ആ ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആ സമയത്തേക്കും എല്ലാവരും ആ ഒരു ഹോളി മാസ്റ്റർ ലെവലിലേക്ക് എത്തണം എന്നാണ് സംഭവം. അപ്പം അതിന് ഇനീഷ്യേഷൻസ് എന്താണെന്ന് പിന്നെ ഡീറ്റെയിൽ ആയി ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കണം. അതായത് ഈ സെൽഫ് കോൺഷ്യസ്നസ് ഡെവലപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാ, ബുദ്ധി, മനസ്സ് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അപ്പം അത് തന്നെ നമ്മുടെ ഹയ്യർ സോളിൻ്റെ കുറച്ച് ക്വാളിറ്റീസ്. ഹയ്യർ സോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്വാളിറ്റി നമുക്കുമുണ്ട് എന്നാണ് പറയുക. അതിൻ്റെ പേഴ്സൻറ്റേജ് വളരെ കുറവായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലവ്, ലൈറ്റ്, പവർ. അപ്പം അതിന് വേറെ രീതിയിലാണ്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലാണ് ആത്മാ, ബുദ്ധി, മനസ്സൊക്കെ പറയാം. ഇതൊരു അഡ്വാൻസ് സംഭവമാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിളായി ഞാൻ പറയുക ലവ്, ലൈറ്റ്, പവർ. അപ്പം ഈ ഒരു ലവ്, ലൈറ്റ്, പവർ എന്ന ക്വാളിറ്റി നമ്മുടെ ഹയ്യർ സോളിലുണ്ട്. അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതിൻ്റെ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ് വളരെയധികം വലുതാവുന്നു എന്നാണ് പറയുക. അതായത് ആ ഒരു ലവ്, ലൈറ്റ്, പവർ എന്ന ഹയ്യർ സെൽഫിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ഒരു സോൾ ക്വാളിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഫിസിക്കൽ പരമായിട്ടുള്ള കൺട്രോൾ, എത്തറിക് പരമായിട്ടുള്ള കൺട്രോൾ, ഇമോഷണൽ പരമായിട്ടുള്ള കൺട്രോൾ, ലോവർ മെൻ്റലാണ് നമ്മൾ മൈൻഡ് പരമായിട്ടുള്ള കൺട്രോൾ. ഇതും ആ ക്വാളിറ്റീസും തമ്മിൽ ഒരു ബ്ലെൻഡ് സംഭവിച്ച് അത് കുറച്ച് ഡെവലപ്പ് ആവുകയാണ് സ്പിരിച്വൽ ഹയറാർക്കീൻ്റെ അസ്ഥിലക്ഷണം. ഇത് മനുഷ്യന്മാരെ ഈ എല്ലാ ക്വാളിറ്റീസും ഡെവലപ്പാക്കണം. അതാണ് സ്പിരിച്വൽ ഹയറാർക്കീൻ്റെ ഒരു സംഭവം. അപ്പോൾ എനിക്കറിയാം സംഭവം ലേശം കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ മാത്രമല്ല ഇവിടെ ജീവനുള്ള ആൾക്കാർ. കാരണം ആനിമൽസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മിനറൽസിന് ജീവനുണ്ടോ എന്നൊക്കെ അങ്ങ് ചോദിക്കാം. അപ്പം മിനറൽസിനും കോൺഷ്യസ്നസ്. അപ്പം സ്പിരിച്വൽ ഹയറാർക്കി ഈ 3 കിങ്ഡം, അതിന് ആനിമൽ കിങ്ഡം ഉണ്ട്, വെജിറ്റബിൾ കിങ്ഡം ഉണ്ട്, മിനറൽ കിങ്ഡം. ഈ 3 കിങ്ഡത്തിൽ സ്പിരിച്വൽ ഹയറാർക്കിക്ക് ആവശ്യമുള്ളത് ഇവരുടെ കോൺഷ്യസ്നസ് ഡെവലപ്പ് ആവണമെന്നാണ്. അപ്പോൾ ആദ്യം മിനറൽസിൻ്റെ കേസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ക്രിസ്റ്റൽസ് എന്ന സംഭവമൊക്കെ ഉണ്ട്. ക്രിസ്റ്റൽസിനൊക്കെ അതിൻ്റെതായ കോൺഷ്യസ്നസ് ഉണ്ട്. പല ക്രിസ്റ്റൽസും നമുക്ക് നമ്മുടെ ബോഡിയിൽ വെക്കുന്ന സമയത്ത് പല ഗുണങ്ങൾ വരുന്നു, പല ക്രിസ്റ്റൽസ് നമുക്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു കോൺഷ്യസ്നസ് അതിനുണ്ട്, ഒരു ബോധം അതിനുണ്ട്. അപ്പോൾ മിനറൽസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കെമിസ്ട്രി ലാബിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചില കെമിക്കൽസ് ഇടുന്ന സമയത്ത് ഒരു തമ്മിലുള്ളൊരു അട്രാക്ഷൻ സംഭവിക്കുന്നു, ചിലത് ഇടുന്ന സമയത്ത് റിപ്പൽഷൻ സംഭവിക്കുന്നു. അപ്പോൾ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സേ ഒരു മിനറൽ ലെവലിൽ എത്തുന്നുള്ളൂ. പ്ലാന്റ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾ കിണ്ഡത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ കോൺഷ്യസ്നെസ് കുറച്ചും കൂടി വലുതാവുകയാണ്. കൂടാതെ ആനിമൽസിലേക്ക് എത്തുന്ന സമയത്ത് അതൊന്നും കൂടി വലുതാവുകയാണ്. അപ്പം ഈ 3 കിണ്ഡവും കൂടി ഇവരാണ് ഭാവിയിൽ മനുഷ്യന്മാരാവാനുള്ളത്. ഈ ഇപ്പം മിനറൽസായിട്ടും ആനിമൽസായിട്ടും വെജിറ്റബിൾസ് ആയിട്ടുള്ള ഇവരാണ് ഭാവിയിലെ മനുഷ്യന്മാർ. അപ്പം ഒന്നെങ്കിൽ അവർ വരുന്നതിന് മുന്നേ നമ്മൾ ഹോളി മാസ്റ്റർക്ക് ആയിട്ട് കഴിച്ചിലാവാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ നമ്മുടെ ഗുരുക്കന്മാരുടെ റോളിലേക്ക് എത്തും. നമ്മൾ ചിലപ്പോൾ ബാക്കോട്ട് വീണു പോകാൻ. കാരണം അവരാരും കാത്തു നിൽക്കൂല. ആ ഒരു വേവ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ആ വേവ് അടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ കർമ്മയൊക്കെ വളരെ മോശമാക്കി എല്ലാം കൂടി ആക്കി ബാക്ക് അടിക്കാം. ചിലപ്പോൾ ഈ സൈക്കിളിൽ തന്നെ
നമ്മൾ എക്സിറ്റ് ആയി പോട്ട അവസ്ഥയിലേക്കും വരാം. അല്ലെങ്കിൽ നമ്മൾ നല്ല കർമ്മ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് പ്രോഗ്രസ് ചെയ്ത് നമുക്ക് എവല്യൂഷൻ ചെയ്യാം. നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഒരു ഹയറാർക്കിയിലൊക്കെ എത്താൻ പറ്റട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാച്ചുണ്ടെങ്കിൽ മിനറൽ കിണ്ടത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പറയുക ഡിസ്ക്രിമിനേഷൻ, ഇത് അട്രാക്ഷൻ, ഇത് റിപ്പൽഷൻ, അങ്ങനത്തെ ആ ഡിസ്ക്രിമിനേഷൻ എന്നൊരു കോൺഷ്യസ്നെസ് ആ ഒരു ബോധത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. പ്ലാന്റ്സ് ആവുന്ന സമയത്ത് ഒന്നും കൂടി ഇപ്പോൾ റെയിനി സീസൺ ആവുന്ന സമയത്ത് ഇപ്പം വെള്ളം ഈ എന്താ പറയുക ലൈറ്റ് എവിടെയാണ് വരുന്നത്, വെളിച്ചം എങ്ങനെയാണ്, സൺലൈറ്റ് എങ്ങോട്ടാണ്, ഈ കുറച്ചും കൂടി കോൺഷ്യസ്നെസ് കൂടുന്നത്. ആനിമൽ ആവുന്ന സമയത്ത് ആനിമലിന് ഒന്നും കൂടി വിൽ ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയുക. വിൽ ഡെവലപ്പ് ചെയ്ത് കുറച്ചും കൂടി കാരണം അത് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഹ്യൂമൻ ഇൻട്രാക്ഷൻ നമ്മുടെ പെറ്റ് ആനിമൽസൊക്കെ ആ സമയത്താണ് അതിന് കുറച്ചും കൂടി ഫീലിങ്സ്, ഇണക്കങ്ങൾ, സൗന്ദര്യപ്പണക്കം എന്നൊക്കെ പറഞ്ഞ് പല ലെവലിലേക്ക് മാറുക. അപ്പം അങ്ങനെ ഒരു സമയത്ത് അതിന് സ്വന്തമായിട്ടൊരു മെൻ്റൽ ബോഡി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാവുന്ന സമയത്താണ് അതിന് അടുത്ത ജന്മത്തിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിലേക്ക് മാറാൻ പറ്റുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെൽഫ് കോൺഷ്യസ്നെസ് ഡെവലപ്പ്, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. ആ ഒരു സെൽഫ് കോൺഷ്യസ് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ കിണ്ടം കൂടി ഉണ്ട്. ഇപ്പോൾ ഹ്യൂമൻ കിണ്ടം കഴിഞ്ഞാൽ സ്പിരിച്വൽ കിണ്ടം എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് വലുതാക്കണം. കാരണം ഹയറാർക്കിയിൽ എപ്പോഴും പറയുന്ന സംഭവമാണ് ഗ്രൂപ്പ് വർക്ക്, ഗ്രൂപ്പ് മെഡിറ്റേഷൻ, ഗ്രൂപ്പായിട്ട് ചെയ്യുക, ഗ്രൂപ്പായിട്ട് ഹീലിംഗ്. ആ ഗ്രൂപ്പിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ നമുക്ക് ഇനീഷ്യേഷൻ നടക്കണം. ഇനീഷ്യേഷൻ നടക്കാമെന്ന് പറഞ്ഞാൽ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇതിൽ പറയുക വെച്ചാൽ നമ്മൾ കണ്ടുവന്ന സംഭവം എന്താ, ഏതെങ്കിലും ഗുരു ചിലപ്പോൾ നമ്മൾ ആചാരം ചക്ര പിടിച്ച് നിൽക്കുന്നു, ഇതാക്കുന്നു, നമ്മൾ ആ പരിപാടിയാണല്ലോ. അപ്പോൾ അതല്ല, ഇത് ഈ ഒരു ടൈപ്പ് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ അലേശം കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ ഒരു ടൈപ്പ് ഇനീഷ്യേഷൻ നമ്മുടെ ഹയ്യർ സോൾ ലെവലിലാണ് നടക്കുന്നത്. അത് നമ്മൾ അറിയണമെന്നും കൂടി ഇല്ല. പക്ഷെ അത് നിങ്ങളൊരു ഹീലറൊക്കെ ആണെന്നൊക്കെ വേണം അറിയാം, നിങ്ങൾ ഏത് ലെവലിലാണെന്നൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഒരു സാധാരണക്കാർക്ക് അത് മനസ്സിലായിന്ന് വരില്ല. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യന്മാർ ഇപ്പം സാധാരണ നമ്മുടെ സ്പിരിച്വാലിറ്റി ആയിട്ട് ടച്ചൊന്നുമില്ല, അല്ലാണ്ട് ഓരോ വർക്ക് കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ആ ലെവലിൽ പോകുന്ന ആൾക്കാരെല്ലാം സീറോ ഇനീഷ്യേഷനിലാണെന്ന് വേണം പറയാം. നിങ്ങൾ ഫിസിക്കൽ ബോഡീൻ്റെ കേസിൽ നിങ്ങൾ കംപ്ലീറ്റ് കൺട്രോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇനീഷ്യേഷൻ, നിങ്ങൾ ആസ്ട്രൽ ബോഡീൻ്റെ മുകളിൽ ഇമോഷൻസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് കൺട്രോൾ വരുന്നൊരു ഫേസ് വരുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇനീഷ്യേഷൻ, നിങ്ങൾ മെൻ്റൽ ബോഡിയിൽ കംപ്ലീറ്റ് കൺട്രോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തേർഡ് ഇനീഷ്യേഷൻ. അപ്പം അങ്ങനെയാണ് ഇനീഷ്യേഷൻസിൻ്റെ ഭാഗം. അതിൽ ഫോർത്ത് ഇനീഷ്യേഷൻ വരുന്ന സമയത്താണ് നിങ്ങൾ എൻലൈറ്റ്മെൻ്റായി എന്ന് പറയുന്നത്. അപ്പോൾ ഫോർത്ത് ഇനീഷ്യേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അർഹാത്ത് അല്ലെങ്കിൽ പരമഹംസ, അപ്പം പ്രാണിക്കീലിയൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കാണ് അവർക്ക് അർഹാറ്റിക് യോഗ ആണ് അതിൻ്റെ ഒരു വലിയ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പം അർഹാറ്റ് അല്ലെങ്കിൽ പരമഹംസ എന്ന് പറയും, പരമഹംസ യോഗാനന്ദ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അയാളൊക്കെ എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആളാണെന്ന് വേണമെങ്കിൽ പറയാം പരമഹംസ എന്ന് പറയുന്ന സമയത്ത്. അപ്പം അതാണ് ഫോർത്ത് ഇനീഷ്യേഷൻ. ഫിഫ്ത്ത് ഇനീഷ്യേഷൻ എന്ന് പറയുന്ന സമയത്ത് അത് അതിലും മുകളിലുള്ള യൂണിയൻ വിത്ത് ഡിവൈൻ സ്പാർക്ക് എന്നാണ് പറയാം. അതാണ് പെർഫെക്ഷൻ, നമ്മൾ പെർഫെക്റ്റഡായി മോക്ഷ ആ ലെവലിലൊക്കെ പറയുന്നത്. അപ്പം പ്രാണിക് ഹീലിങ്ങിൻ്റെ മാസ്റ്റർ ചോക്കോക്സി ഏകദേശം ഹോളി മാസ്റ്റർ ആ ലെവലിലാണ്. പിന്നെ യുക്തേശ്വർ ഗിരി, ഈ ക്രിയായോഗേൻ്റെ പരമഹംസ യോഗാനന്ദൻ്റെ ഒക്കെ ഗുരുവായിരുന്നുള്ള യുക്തേശ്വർ ഗിരി, നമ്മൾ കലിയുഗം എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മൂപ്പർ ടീച്ചിങ്സാണ്, ഞാൻ കുറേയേറെ പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഒരു ഹോളി മാസ്റ്ററാണ്, ഫിഫ്ത്ത് ഇനീഷ്യേഷനാണ്. അപ്പോൾ ഫിഫ്ത്ത് ഇനീഷ്യേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിനും മുകളിലേക്കുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സിക്സ്ത് ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോഹൻസ് എന്നാണ് അതിന് പറയാം, ലോർഡ് ഓഫ് മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയും. ഇപ്പോൾ സെവൻത്ത് ഇനീഷ്യേഷൻ എന്ന് പറയുന്ന സമയത്ത് ബോധിസത്വാസ് ഉണ്ട് ഒരുപാട്, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ കഥ. അപ്പോൾ ആ ഒരു പൊസിഷൻ എത്തുന്നത് പറഞ്ഞത് സെവൻത്ത് ഇനീഷ്യേഷൻ, അത് മഹാചോഹൻസും വേണമെങ്കിൽ പറയാം. എയ്ത്ത് ഇനീഷ്യേഷൻ നിങ്ങൾക്ക് കുറച്ചും കൂടി പരിചയമുണ്ടോ? അപ്പോൾ എയ്ത്ത് ഇനീഷ്യേഷൻ എത്തുന്ന സമയത്താണ് ഒരാളൊരു അവേക്കൻഡ് വൺ എന്ന് പറയുന്നത്. ബുദ്ധ ആയിക്കഴിഞ്ഞാൽ അയാളെ ഒരു എയ്ത്ത് ഇനീഷ്യേഷൻ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ലെവലിൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ലോർഡ് സനത് കുമാര. ചെന്നെങ്കിൽ നമ്മുടെ ഈ ഒരു വേൾഡിൻ്റെ രാജാവ്, ആരും അറിയാത്ത രാജാവ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം. കാരണം എല്ലാവർക്കും അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു എക്സ്പോഷർ ഉണ്ടോ എന്ന് എനിക്ക് സംശയം തന്നെ ഉണ്ട്. കാരണം നമ്മൾ അറിയേണ്ട ആളാണ്, നമ്മൾ പഠിക്കേണ്ട ആളാണ്. അപ്പം സനത് കുമാരയുടെ ഒരു ഭയങ്കര കമ്പാഷൻ കാരണമാണ് ഹ്യൂമാനിറ്റി തന്നെ ഇപ്പോഴും അടിപൊളിയായി നിലനിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സ്പിരിച്വൽ ഹയറാർക്കിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിൽ ഓഫ് ഗോഡ്, ഈ ഗ്രേറ്റ് ഇൻവോക്കേഷൻ പറയുന്ന ഹോളി മാസ്റ്റേഴ്സിനൊക്കെ അറിയുന്ന ആ വിൽ,
അത് നടപ്പാക്കാൻ വേണ്ടി പ്ലാനറ്ററി ലോഗോസിൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന പരിപാടിയാണ് സ്പിരിച്വൽ ഹൈറാർക്കി. അതിൽ നമ്മൾ ഹ്യൂമാനിറ്റി എങ്ങനെയാവണം എന്ന് കാണിച്ചു തരുന്ന സംഭവം. അപ്പോൾ സനത് കുമാറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ 18 മില്യൺ ഇയേഴ്സിന് മുന്നേ ലുമേറിയൻ റേസ് എന്നൊക്കെ പറഞ്ഞ റൂട്ട് റേസ് എന്ന സംഭവമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ആര്യൻ റൂട്ട് റേസ്, 5th റൂട്ട് റേസിലാണ് ആര്യൻ റൂട്ട് റേസ്. ഇതിൻ്റെ എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഇപ്പോൾ സംഭവം ഉണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു സംഭവങ്ങൾ ഉണ്ടാവുന്നു, പ്രളയം വരുന്നു, കംപ്ലീറ്റ് നശിക്കുന്നു, എത്ര കാലം വേക്കൻ്റെ കിടക്കുന്നു, പിന്നെ ആൾക്കാർ വരുന്നു, പിന്നെയും പ്രളയം വരുന്നു. ഈ സംഭവം നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മുന്നത്തെ പക്ഷേ ഇനി പ്രളയം വരൂല എന്നാണ് നമ്മൾ പറയാം. ഇനിയിപ്പോൾ അടുത്ത റൂട്ട് റേസ് വരുന്ന സമയത്ത് അഡ്ജസ്റ്റൻ്റായിട്ട് ഇങ്ങനെ പോവുക എന്നാണ്. പക്ഷേ ഇതിൻ്റെ മുന്നേ വരുന്ന സമയത്തൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ലിമേറിയൻ റൂട്ട് റേസിൻ്റെ സമയത്ത് ആണ് നമ്മൾ ഈ സനത് കുമാരായിട്ടൊരു കോൺടാക്ട് ചെയ്യുന്നത്. പ്ലാനറ്ററി ലോഗോസ് ഒരു എത്തറിക് ഫോമിൽ ഈ സനത് കുമാര എന്ന പേരിൽ ഭൂമിയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അതിന് ഫിസിക്കൽ ഫോം അല്ല, അപ്പോഴും ഫിസിക്കൽ ഫോം അല്ല. അപ്പം സനത് കുമാരയാണ് ഈ ഭൂമിയുടെ എല്ലാത്തിൻ്റെയും ഇൻചാർജ്. എല്ലാ കിങ്ഡംസ്, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, നമ്മളെല്ലാം പറഞ്ഞു അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻചാർജ് സനത്, കിങ് ഓഫ് ദി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സനത് കുമാരൻ്റെ ഇതുപോലത്തെ ഒരു കിങ്ഡം, സനത് കുമാരയുടെ ഒരു കിങ്ഡം ഉണ്ട്. അതിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ശംബാല എന്ന് പറയും. നമ്മൾ കൽക്കി സിനിമയിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നുണ്ടെങ്കിൽ ഗോബി ഡെസേർട്ടിലുള്ള അതും എത്തറിക്കാണ്, അതും ഫിസിക്കൽ ഫോമിലല്ല കിടക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ റൂട്ട് റേസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5th റൂട്ട് റേസിലുള്ളത്. അതായത് ഫസ്റ്റത്തെ റൂട്ട് റേസ് എന്ന് പറഞ്ഞാൽ പോളാർ റൂട്ട് റേസ്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് പോൾ സൗത്ത് പോൾ ബേസ് ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കൽ ബോഡി ഇല്ല, ഇപ്പോഴും ഫിസിക്കൽ ബോഡി ഇല്ല. പിന്നെ ഹൈപ്പർബോറിയൻ റൂട്ട് റേസ് വന്നു. ലിമേറിയൻ റൂട്ട് റേസിലാണ് സനത് കുമാറായിട്ട് കോൺടാക്റ്റും കാര്യങ്ങൾ വരുന്നത്. ഇതിന് തൊട്ട് മുന്നേ ഉണ്ടായ റൂട്ട് റേസാണ് അറ്റ്ലാന്റിയൻ റൂട്ട് റേസ്. അപ്പം പറയാം അറ്റ്ലാന്റിസിൻ്റെ കുറേ സീക്രട്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പല യൂട്യൂബിലും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴുള്ളത് 5th റൂട്ട് റേസ്, ആര്യൻ റൂട്ട് റേസ്. ഇനിയുള്ള 2 റൂട്ട് റേസ് വരാനുണ്ട്. അതിന് പേര് അറിയില്ല, അത് ഭാവിയിൽ വരാനുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഓരോ റൂട്ട് റേസ് വരുന്ന സമയത്തും ഒരു പ്ലാനറ്റിലേക്ക് ഇതുപോലത്തെ മെയിൻ ലൈഫ് ഫോംസ് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ റൂട്ട് റേസിൽ നമ്മൾ മൂണിലായിരുന്നു. മൂണിൽ നമ്മൾ മനുഷ്യന്മാരായിട്ട് എത്തിയിട്ടില്ല. നമ്മൾ അതിൻ്റെ മുന്നേ മിനറൽസ് എത്തിയില്ല, അതിൻ്റെ എലിമെൻ്റൽ കിണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ഭൂമിയിലെത്തി. നമ്മൾ ഇപ്പോൾ ഒരു മനുഷ്യൻ ആ ലെവലിലേക്ക് നമ്മൾ പ്രോഗ്രസ് ആയിരിക്കുന്നു. ഇനിയും പരിപാടി ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ആര്യൻ റൂട്ട് റേസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ 4 മില്യൺ ഇയേഴ്സ് മുന്നെയാണ്. ഇനിയിപ്പം 4,25,000 CE ഒക്കെയാണ് ഇത് അവസാനിക്കുക. അതുകൊണ്ട് ഇത്രയും സ്പാനുള്ള സമയം, ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം റീഇൻകാർഷൻ ചെയ്ത് വന്നിട്ടും എൻലൈറ്റ്മെൻ്റ് ഒക്കെ സുഖമായിട്ട് നമുക്ക് ഗോളടിക്കാം. അതൊന്നും സീനേ ഇല്ല. അപ്പം റൂട്ട് റേസിലും പല ഇതുണ്ട്. റൂട്ട് റേസിൻ്റെ കീഴിലും സബ് റേസ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മൾ പല ആൾക്കാർ, കാരണം എല്ലാത്തരം അതിലാണ് ഇപ്പോൾ എല്ലാത്തരം റേസ് പറയുന്നത്. ഇപ്പോൾ വെച്ചാൽ ഒരു മനുഷ്യൻ ഒരു റീഇൻകാർണേഷൻ വരുന്ന സമയത്ത് അയാൾക്ക് എല്ലാത്തരം എക്സ്പീരിയൻസ് ആക്കി കിട്ടാൻ വേണ്ടി ഓരോ പ്രാവശ്യം റീഇൻകാർണേഷനും പല രീതിയിലേക്ക് നമ്മൾ വരാം. എല്ലാത്തിൻ്റെയും ഐറ്റംസ് ഇവിടെ ഉണ്ട് തന്നെ പറയാം. അപ്പോൾ ബാക്ക് ടു സനത് കുമാർ വെച്ചിട്ടുണ്ടെങ്കിൽ സനത് കുമാര 7 കുമാരാസ് ആണ് മെയിനായിട്ട് വന്നത്. പ്രത്യേക ബുദ്ധാസ് എന്നൊക്കെ പറയും. അതിൽ 3 ആൾക്കാർ പ്രത്യേക ബുദ്ധാസ്, എക്സോട്ടറിക് ബുദ്ധാസ് എന്നാണ് പറയാം. 3 ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ എസോട്ടറിക് ബുദ്ധാസ്. അതിൽ ഒരാളാണ് മെയിൻ, അതാണ് സനത് കുമാര. അപ്പോൾ ഈ 7നും ഒരു കണക്കന്നുണ്ട്. ഈ 7നും നമ്മൾ 7 റേസ് എന്ന് പറയും. ഈ 7 റേസ് ആണ് ഇതിൻ്റെ മെയിൻ കോർ കൺസെപ്റ്റ്. അതിലേക്കും നമുക്ക് വരാം. അതും വലിയൊരു കടൽ തന്നെയാണ്. കടലുകളുടെ കൊണ്ട് കളിയാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു കുമാരാസ് മഹാഭാരതത്തിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മഹാഭാരതത്തിൽ അനിരുദ്ധ, പിന്നെ സനത് സുജാത, സനാക്ക്, സനാതന, സനത് കുമാര, അങ്ങനെ കുറച്ച് 7 ആൾക്കാരായിട്ട് മഹാഭാരതത്തിലൊക്കെ ഇവരെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ശംബാല വെച്ചിട്ടുണ്ടെങ്കിൽ ശ്വേതദ്വീപ, വൈറ്റ് ഐലൻഡ് എന്ന രീതിയിലൊക്കെ മഹാഭാരതത്തിലും അവരെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സെക്കൻഡ് എത്തറിക് സപ്ലൈ എന്നൊക്കെ പറയും. ഓ മൈ ഗോഡ്, ഞാൻ പാടൂരല്ലോ ഗൈസ്. അതായത് കുറേ പ്ലെയിൻസ് ഉണ്ട്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരാണല്ലോ. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പം ഞാൻ കെമിസ്ട്രി പറയേണ്ട അവസ്ഥയാണ്. കാരണം ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോഴൊന്നുമല്ല, ഭയങ്കര പാടാണ്. വെള്ളം കുടിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറയാം, അത് സെക്കൻഡ് എത്തറിക് സപ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ മെയിനായിട്ട് തന്നെ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എത്തറിക് ഉണ്ട്, സബ് എത്തറിക്, സബ് അറ്റോമിക്, ആറ്റോമിക്, അങ്ങനത്തെ സാധനം ഉണ്ട്. കാരണം സോളിഡ് ലിക്വിഡ് നമുക്ക് അറിയാലോ. അതിൽ ഈ സബ് അറ്റോമിക് ലെവലിലാണ് ഈ ശംബാല, സനത് കുമാര ഇവരെല്ലാവരും ഉള്ളത്.
എത്തറിക് ലെവലിലാണ് നമ്മുടെ ഓറ, ചക്ര, പ്രാണിക് ഹീലിങ്ങിൻ്റെ സംഭവങ്ങൾ, റേക്കിൻ്റെ സംഭവം, ഇതൊക്കെ നമ്മൾ സെൻസ് ചെയ്യുന്നത്. ഗ്യാസ് നമുക്കറിയാം, ലിക്വിഡ് നമുക്കറിയാം, സോളിഡ് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ അത് ഒക്കെ ഒരുപാട് പറയാനുണ്ട്. മൂലപ്രകൃതി മുതൽ തുടങ്ങേണ്ട സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് ഇങ്ങനെയും കുറച്ച് തല നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കണ്ടിട്ട് ഇൻഫ്ലെയിം, സോൾമേറ്റ്, ലവ് ഓൺലി മാത്രമല്ല സ്പിരിച്വൽ, ഇതുപോലെ കുറേ കലാപരിപാടികളുടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചില മാസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഹിമാലയത്തിൽ ഈ സിഗാറ്റ്സെ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് മാത്രമല്ല പല പല സ്ഥലങ്ങളിലായിട്ട് മാസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയാം. ടോട്ടൽ ഏകദേശം 63 ഇപ്പം ഏകദേശം ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഇപ്പോഴും ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടും ഗൈഡ് ചെയ്തിട്ടും ഹ്യൂമാനിറ്റീനെ പലതും പഠിപ്പിച്ചിട്ടും ഹിമാലയസും മറ്റ് സ്ഥലങ്ങളൊക്കെ ആയിട്ട്. അതിലിപ്പം കുമാരാസ് എന്ന് പറഞ്ഞ ഇവർ പ്ലസ് സനത് കുമാർ എല്ലാം കൂടി അടങ്ങുന്ന അവരുടെ ഒരു 7 റേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കൂടാതെ 4 മഹാരാജാസ് കൂടെയുണ്ട്. അവരെയാണ് നമ്മൾ ലോർഡ്സ് ഓഫ് കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ സോളർ സിസ്റ്റത്തിലും. അപ്പം ഈ മഹാരാജാസിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു എവല്യൂഷനാണ്. അത് ദേവാസ്, ഏഞ്ചൽസ് എന്ന് പറഞ്ഞ വേറൊരു സംഭവമുണ്ട്. അപ്പം ഹ്യൂമൻ എവല്യൂഷനാണ് നേരത്തെ പറഞ്ഞത്. അപ്പം അവിടെ നിന്ന് എവല്യൂഷനായിട്ട് അപ്ഗ്രേഡായി വരുന്ന ആൾക്കാരാണ് ഈ മഹാരാജാസ് എന്ന് പറയുന്നത്. അവരാണ് കർമ്മ ലോഡ്സ്. നമ്മൾ എന്ത് ചെയ്തതിന് ആകാശിക റെക്കോർഡ്സ് എല്ലാ സംഭവങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെ കൊണ്ടാണ്. അപ്പോൾ അതിലെല്ലാം റെക്കോർഡിക്കലാണ്. അവർക്ക് കണ്ടുവെട്ടിച്ച് നമുക്കൊരു വരുമ്പോൾ എന്ത് ചെയ്യുമ്പോഴേക്കും അത് അവിടെ റെക്കോർഡിക്കലാവുന്നത് എല്ലാ കണക്കുകളും വെക്കുന്നതും കർമ്മിക് ലോഡ്സ് അല്ലെങ്കിൽ ഈ 4 മഹാരാജാസ് ആണെന്ന് വേണം പറയാം. അപ്പോൾ ഈ കർമ്മ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും കലാപത്തിന് എയർ, എർത്ത്, ഫയർ, വാട്ടർ, അതുകൊണ്ടൊക്കെയാണ് നമ്മളുണ്ടായത്. 4 എലിമെൻറ്റ്സ് പറയാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്താണ് കർമ്മ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഹയറാർക്കിയിൽ മെയിനായിട്ട് 3 ഗ്രേറ്റ് ടീച്ചേഴ്സ് ആണുള്ളത്. മൊത്തം 3 റേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ്, ലവ്, പവർ. അത് 7 റേസിലേക്കാണ് ഞാൻ പറയുന്നത്. അച്ഛനെ പവർ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ വിൽ ആസ്പെക്റ്റാണ്. അതിനെ റെപ്രസെൻ്റ് ചെയ്തത് മനു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കരൺ മനു എന്ന് പറയുന്നത് ലോർഡ് വൈവസ്ത മനു എന്നാണ്. അപ്പം ഈ ഒരു 4th റൂട്ട് റേസിൻ്റെ മനു അങ്ങേരാണ്. അപ്പം അങ്ങേരാണ് ഇപ്പം ഈ പ്ലാനറ്ററി ലോഗോസിനോട് കണക്ട് ചെയ്ത് നമ്മുടെ പ്ലാനറ്ററി ദൈവത്തിനോട് കണക്ട് ചെയ്ത് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഈ വിൽ ആസ്പെക്റ്റ് എന്തുകൊണ്ടാണ് ഇച്ഛ അത് ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ മെയിൻ ആൾ മനു തന്നെയാണ്. പിന്നെ ഹയറാർക്കിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേൾഡ് ടീച്ചർ ആണ്. വേൾഡ് ടീച്ചറാണ് ഇനി വരേണ്ടത്. വേൾഡ് ടീച്ചർ ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റിൻ്റെ മുൻജന്മങ്ങളിൽ ലോർഡ് മൈത്രയ എന്ന് പറഞ്ഞൊരു സോളായിരുന്നു. ആ സോൾ തന്നെയാണ് ലോർഡ് ക്രൈസ്റ്റ് ആവുന്നത്. അതുപോലെ 63 അത് തന്നെ എല്ലാവരും അടിപൊളിയാണ്. അപ്പം അതിൽ ഒരാൾ വേൾഡ് ടീച്ചറായിട്ട് വരണം. അപ്പോൾ അതാണ് ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൽ വെച്ച് അപ്പോൾ ഒരാൾ മാത്രം മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളവർ മോശം എന്നല്ല, എല്ലാവരും അടിപൊളിയാണ്, എല്ലാവരും കിഡിലോസ്കി തന്നെയാണ്. അപ്പം അതിൽ ക്രൈസ്റ്റാണ് ഇനി വേൾഡ് ടീച്ചറായി വരേണ്ടത്. അത് അദ്ദേഹം ഫിസിക്കൽ ഫോമിലായി തന്നെ വരും. എപ്പോൾ വരും എന്നൊക്കെ ഉള്ളത് ഈ വെസാക് 2025 അറിയാമെന്നൊക്കെയാണ്. വെസാക് 2025 അടുത്ത മാസം 12-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു സൂചനകൾ നമുക്ക് കിട്ടും എന്നാണ് അതിൻ്റെ പറയുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ടീച്ചറാണ്. വേൾഡ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സീക്കേഴ്സിനെയും അദ്ദേഹത്തിന് മനസ്സിലാവും എന്നാണ് പറയുക. അപ്പോൾ ഇനി വരാനുള്ള ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് കമ്മിങ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ വേൾഡ് ടീച്ചർ എന്ന് പറഞ്ഞത് ബുദ്ധയായിരുന്നു. ആ ബുദ്ധയ്ക്ക് തന്നെ പ്രീവിയസ് 4 റീഇൻകാർണേഷൻ, അതിൽ ബുദ്ധൻ്റെ ഒരു റീഇൻകാർണേഷൻ വേദവ്യാസിയായിട്ടാണ്. പിന്നെ തോന്ന് പറയും, പിന്നെ സെറാദുസ്ത്ര, ഓർഫിയസ്. അപ്പം അങ്ങനത്തെ ഇവരാരും മോശക്കാരല്ല. അപ്പം അതിൽ എല്ലാത്തിനും ആ ഒരു സോൾ റീഇൻകാർണേറ്റ് ചെയ്തിട്ടാണ് അവസാനം സിദ്ധാർത്ഥ ഗൗതമ എന്നൊരു സോളായിട്ട് വരുന്നത്. ആ സമയത്താണ് ആ ഗൗതമയ്ക്ക് 8th ഇനീഷ്യേഷൻ സംഭവിക്കുന്നതും ഒരു പൂർണ്ണമായും അവേക്കൻഡ് വൺ, ഒരു ബുദ്ധ എന്ന ലെവലിലേക്ക് മാറുന്നതും ചെയ്യുന്നത്. അപ്പം ആ ഗൗതമ ബുദ്ധ ആയതിനു ശേഷം ഇപ്പോൾ വേൾഡ് ടീച്ചർ എന്ന ലെവൽ ഇപ്പോൾ വേക്കൻ്റായി കിടക്കുകയാണ്. അപ്പം അതിലേക്ക് അടുത്തത് ആരായി വരും എന്ന് പറയുന്നത് ഇനിയിപ്പം ക്രൈസ്റ്റാണ്. ക്രൈസ്റ്റ് അവിടെ എത്തുന്നു. ക്രൈസ്റ്റ് പിന്നെ ഒരു ബുദ്ധ ലെവലിൽ 8th ഇനീഷ്യേഷനിലേക്ക് ക്രൈസ്റ്റ് മാറണം. അതൊക്കെയാണ് ഇനി അടുത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ലോർഡ് കുത്തുമി എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹമാണ് ക്രൈസ്റ്റ് കഴിഞ്ഞ അടുത്ത വേൾഡ് ടീച്ചറായി വരുന്നത്. അപ്പം അതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ ഹയറാർക്കിയെ കുറിച്ച് ഞാൻ ഒന്നും കൂടി പറയാം. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ലോർഡ് ഓഫ് ദി വേൾഡ്, നമ്മുടെ സനത് കുമാരാസ്, അതിൻ്റെ താഴെ ബുദ്ധ ആൻഡ് അതർ കുമാരാസ്, അതിൻ്റെ താഴെ മനു, ബോധിസത്വ, മഹാചോഹൻസ്, ഇവരെല്ലാവരും ഉണ്ട്. ചോഹൻസ് ഉണ്ട്.
ഹോളി മാസ്റ്റേഴ്സ് ഉണ്ട്, അർഹാറ്റ്സ് എൻലൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും കൂടിയുള്ള ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഗ്രാൻഡ് എന്താ പറയുക ഗവൺമെൻറ് എന്നൊക്കെ പറയാം, അതാണ് ഹയറാർക്കി. ആ ഹയറാർക്കിയുടെ എക്സ്റ്റേണലൈസേഷൻ ആണ് ഇനി സംഭവിക്കാനുള്ളത്. അപ്പം അത് ചില ആൾക്കാർ പറയുന്നത് ഈ ക്വാളിറ്റീസ്, ഈ എല്ലാത്തരം ക്വാളിറ്റീസ് എനർജി ലെവലിൽ നമ്മൾ ആൾക്കാരിലേക്ക് വരുത്തണം. ഇവിടെ ഒരു ഹെവൻ, അപ്പോൾ നമ്മുടെ ഗുരു ഗ്രാൻഡ് മാസ്റ്റർ ചോക്കോക്സൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ഹെവൻ ഓൺ എർത്ത് ഉണ്ടാവണം, സംഭവിക്കണം എന്ന രീതിയിൽ വളരെ പ്രത്യാശ പ്രകടിപ്പിക്കുക. അതങ്ങനെ സംഭവിക്കും, വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് ഗൈഡൻസ് തരുന്നയും ഒരു ഗുരു തന്നെയായിരുന്നു. അപ്പോൾ എക്സ്റ്റേണലൈസേഷൻ ഓഫ് ഹയറാർക്കി എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഫോമിൽ വി ആർ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ഫോളോവേഴ്സ്.